ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ വിജയൻകുട്ടു. ശനിഗ്രഹ മാറ്റത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ശനിഗ്രഹ മാറ്റത്തിൽ ധനു, അതായത് ധനുക്കൂറുകാർക്കുള്ള ഫലമാണ് ഇവിടെ പറയുന്നത്. അതായത് മൂലം പോരാട ഉത്രാടത്തിൻ്റെ അവസാനത്തെ പകുതിയും കൂടി ചേരുന്ന മൂലനക്ഷത്രക്കാർക്കാണ് പറയുന്നത്. 1200 ആണ്ട് മീനമാസം 15-ാം തീയതി അർദ്ധരാത്രി 12:30 ശനിഗ്രഹത്തിൻ്റെ മാറ്റം. അതായത് 2025 മാർച്ച് 30 മാതൃഭൂമി പഞ്ചാംഗ പ്രകാരം മാർച്ച് 29-ാം തീയതി ഉദയത്തിന് ശേഷം 45 നാഴിക കഴിഞ്ഞിട്ടാണ്. അപ്പോൾ 45 നാഴിക എന്ന് പറയുമ്പോൾ ഏകദേശം 12:30 ആവുന്നുണ്ട്. 12:30 എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ഡേറ്റ് പ്രകാരം 29-ാം തീയതി കഴിഞ്ഞ് 30-ാം തീയതിയായി. അതേസമയത്ത് മീനമാസം 15-ാം തീയതി കഴിഞ്ഞ് 16-ാം തീയതി ആവില്ല. കാരണം വെച്ച് പറഞ്ഞാൽ നമ്മുടെ കേരള ജ്യോതിഷ പ്രകാരം തന്നെ നമ്മുടെ മലയാളം ഡേറ്റ് പിറക്കുന്നത് ഉദയത്തിന് ശേഷമാണ്. അത് കാരണമാണ് അങ്ങനെ പറഞ്ഞത്. കറുത്തവാവ് കഴിഞ്ഞ് അന്ന് കാലത്ത് കറുത്തവാവായിരുന്നു. അതായത് മാർച്ച് 29-ാം തീയതി അല്ലെങ്കിൽ മീനം 15-ാം തീയതി കറുത്തവാവായിരുന്നു. കറുത്തവാവ് ഏകദേശം 24 നാഴികയോളം ഉണ്ട്. അപ്പോൾ 24 നാഴിക കഴിഞ്ഞ് പ്രഥമ പാദത്തിൽ, അത് പ്രഥമ പാദം പറഞ്ഞാൽ 1-ാം പാദത്തിലേക്ക് എത്തിയ സമയത്താണ് ശനിയുടെ രാശിമാറ്റം. അപ്പോൾ ഈ ശനി ഗ്രഹം മാറുന്നത് ചെറിയൊരു മൗഢ്യത്തോടു കൂടിയിട്ടാണ് മാറുന്നത്. അത് കുംഭം 11-ാം തീയതി തൊട്ടിട്ട് മീനം 16-ാം തീയതി വരയ്ക്കും മൗഢ്യമുണ്ട്. സൂര്യനോടൊപ്പം ചേരുന്ന സമയത്ത്, ഗ്രഹങ്ങൾ സൂര്യനോടൊപ്പം അടുത്ത് പ്രവേശിക്കുന്ന സമയത്ത് ഗ്രഹങ്ങൾക്ക് മൗഢ്യം സംഭവിക്കാറുണ്ട്. മൗഢ്യം എന്ന് വെച്ച് പറഞ്ഞാൽ സൂര്യൻ്റെ പ്രകാശത്തിൽ ഈ ഗ്രഹങ്ങളെ കാണാതെ ആവും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് അവിടെ മൗഢ്യം വന്നു. സൂര്യനാണ് അവിടെ പ്രത്യേകതയുള്ളത്. അപ്പോൾ അത് കാരണം മൗഢ്യം വരും. അപ്പോൾ ബലക്കുറവുണ്ടാവും, ശരിക്കും ബലക്കുറവുണ്ടാവും എന്നാണ് പറഞ്ഞത്. ആ ബലക്കുറവോട് കൂടിയിട്ടാണ് ധനുരാശിയിലേക്ക് പോകുന്നത്, അല്ല മീനൻ രാശിയിലേക്ക് പോകുന്നത്. അന്നത്തെ ഉദയലഗ്നം, അതായത് രാത്രി 12:30 ഉദയലഗ്നം, ഉദിച്ചു വരുന്ന ലഗ്നം ധനുലഗ്നമാണ്. ഈ ധനുലഗ്നത്തിൻ്റെ അധിപൻ ആരാണ് ചോദിച്ചു പറഞ്ഞാൽ വ്യാഴമാണ്. വ്യാഴം 4-ാം ഭാവം, അതായത് ധനു രാശിയുടെ അധിപനും മീനൻ രാശിയുടെ അധിപനുമാണ് വ്യാഴം. അപ്പോൾ 4-ാം ഭാവം സുഖസ്ഥാനമാണ്. സുഖസ്ഥാനമായിട്ടുള്ള സ്ഥലത്തേക്കാണ് രാശിപ്രവേശനം ചെയ്യുന്നത് ശനി. അപ്പോൾ ഈ വ്യാഴം മറഞ്ഞിരിക്കുകയാണ്, 6-ാം ഭാവത്തിൽ മറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ദൈവാനുഗ്രഹ കുറവോടുകൂടിയിട്ടുള്ള ഒരു മാറ്റമാണെന്ന് പറയുന്നത്. ദൈവാനുഗ്രഹം കുറവാണ്. ദൈവാനുഗ്രഹത്തോടുകൂടി ശനി പ്രവേശിക്കുകയാണെങ്കിൽ അലസ ദുഃഖ നിര്യാണകാരകം അതായത് അലസതയുടെയും ദുഃഖത്തിൻ്റെയും രോഗത്തിൻ്റെയും മന്ദതയുടെയും മരണത്തിൻ്റെയും കാരകനായിട്ടുള്ള ഒരു ശനിയാണ് പോകുന്നത്. ആ മീനൻ രാശിയിലാകട്ടെ സൂര്യൻ, ചന്ദ്രൻ, ബുധൻ, ശുക്രൻ, രാഹു എന്നീ ഗ്രഹങ്ങൾ ഒരുമിച്ച് നിന്ന് ഈ ഗ്രഹയുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. ആ സമയത്താണ് സങ്കടത്തോടുകൂടി പോകാനൊരു കാരണമുണ്ട്. കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് ഒരു 2-2.5 വർഷം മകരൻ രാശിയിൽ സ്വക്ഷേത്രത്തിലും പിന്നീട് കുംഭം സ്വക്ഷേത്രത്തിലും നിന്നുകൊണ്ട് അവനവൻ്റെ സ്വന്തം സ്ഥലം വിട്ടുകൊണ്ടാണ് അങ്ങോട്ട് കയറുന്നത്. അപ്പോൾ ചെറിയൊരു ഇതുണ്ട്. പക്ഷേ മൗഢ്യം ഒരു ദിവസം മാത്രമേ ഉള്ളൂ. അതായത് മീനം 16-ാം തീയതി വരെയൊക്കെ ഉള്ളൂ മൗഢ്യം. അപ്പോൾ ഒരു ദിവസം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും ബലവേനം മാറും എന്നുള്ള പറയണത്. അപ്പോൾ എന്താ വെച്ചാൽ പറഞ്ഞാൽ ഈ ശനിയുടെ രാശിമാറ്റം കൊണ്ട് നമുക്ക് ജനങ്ങൾക്കും ഭൂമിയിലേക്കും എന്തെങ്കിലും പ്രത്യേകിച്ച് വരെ അതിൻ്റെ ഗുണമുണ്ടോ ചോദിച്ചു പറഞ്ഞില്ല. എന്നാൽ ദോഷമുണ്ടോ ചോദിച്ചു പറഞ്ഞിട്ടുണ്ട്. സുഖസ്ഥാനമായ സ്ഥാനത്തേക്കാണ് രോഗകാരകനും അലസകാരകനും ദുഃഖകാരകനും ഒക്കെ ആയിട്ടുള്ള കടത്തിൻ്റെയും ഒക്കെ കാരകനായിട്ടുള്ള ശനി പ്രവേശിക്കുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. ഇതാണ് ദൈവാനുഗ്രഹ കുറവുണ്ട്. അപ്പോൾ ധനുരാശി പുറത്തവർക്ക് പറയുകയാണെങ്കിൽ അവർക്ക് ശനി ഇതുവരെ 3-ാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനി 4-ാം ഭാവമായിട്ടുള്ള മീനൻ രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ 4 കണ്ടകം എന്നാണ് പറയുന്നത്. കണ്ടക ശനി അവിടെ ആരംഭമാണ് എന്നാണ് പറയുന്നത്. കണ്ടകശനിയുടെ ആരംഭമാണ്. കണ്ടകശനി 4 കണ്ടകശനിയുണ്ട് മൊത്തം. ഒന്ന് ജന്മത്തിൽ നിൽക്കുമ്പോൾ, അതായത് ലഗ്നത്തിൽ അവരുടെ ഒരു രാശിയിൽ നിൽക്കുമ്പോൾ ജന്മശനിയും കണ്ടകശനിയും ഏഴരശനിയൊക്കെ വരുന്ന സമയത്താണ് അങ്ങനെ വരുന്നത്. പിന്നെയുള്ളത് 4-ാം ഭാവത്തിൽ പ്രവേശിക്കുന്ന സമയത്താണ് കണ്ടകശനി ഉണ്ടാകുന്നത്.
പിന്നീട് 7-ാം ഭാവത്തിലേക്ക് സന്ദർശിക്കുമ്പോഴാണ് കണ്ടകശനി ഉണ്ടാകുന്നത്. പിന്നീട് 10-ാം ഭാവത്തിലേക്ക് മാറുന്ന സമയത്താണ് കണ്ടകശനി ഉണ്ടാകുന്നത്. അപ്പോൾ 4-ാം ഭാവത്തിലേക്ക് സന്ദർശിക്കുന്ന സമയത്ത് മാതാസുഖം മാതുല ഭാവൻ്റെ ക്ഷേത്രം സ്വഭാവനം ആസന സഹനച്ച അഭിവൃദ്ധി. മാതാവിനും മാതുലനും മാതാസുഹൃത്ത് ബന്ധുക്കൾക്ക് മാതാസുഖം മാതുല ക്ഷേത്രം ഭവനത്തിന് ക്ഷേത്ര വാഹനത്തിന് ശയനത്തിന് ഉറക്കത്തിന് ക്ഷേമത്തിന് പുഷ്ടിക്ക് ഐശ്വര്യത്തിന് അഭിവൃദ്ധിത്തിനൊക്കെ കുറച്ച് കുറവുണ്ടാവും എന്നുള്ള പറയുന്നത്. അപ്പോൾ ശരീര സംബന്ധമായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അസുഖം വരാതെ മറ്റുള്ള കാര്യങ്ങളും നോക്കണം. അസുഖം വരാതിരിക്കാൻ നമുക്ക് പറ്റില്ല, വരിക തന്നെ ചെയ്യും. എന്തായാലും ചെറിയൊരു അസുഖമാണെങ്കിൽ, ചെറിയൊരു പനി വന്നു കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് മാറുന്നില്ലെങ്കിൽ ഉടനെ ഡോക്ടറെ കണ്ട് മരിക്കുക. അതുപോലെ അതിൻ്റെ അസ്വസ്ഥതയൊക്കെ തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ഡോക്ടറെ സമീപിച്ച് അതിന് വേണ്ട വിധം പ്രവർത്തിക്കുക എന്നൊക്കെ പറയുന്നത്. അതുപോലെ ഭവന നിർമ്മാണം വലുതൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ആ ഭവന നിർമ്മാണത്തിന് കുറേ അധികം പൈസ ചെലവിടേണ്ടി വരും എന്നുള്ളതൊക്കെ പറയുന്നത്. അധികം പൈസ ചിലവഴിക്കേണ്ടി വരും. ആ പാഴ്ചെലവുകൾ അധികം വരാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ചില ഭാഗങ്ങളിലെല്ലാം വന്നിട്ട് വാസ്തുപ്രകാരമല്ല കെട്ടിയിരിക്കുന്നത്. ചിലപ്പോൾ ചെറുതായി മാറിയിട്ടുണ്ടാവും. അതൊക്കെ ചിലപ്പോൾ പിന്നീട് പൊളിച്ചു മാറ്റി രണ്ടാമത് ചെയ്യേണ്ട അവസ്ഥയുണ്ടാവും എന്നാണ് പറയുന്നത്. പിന്നെ അവരുടെ ഐഡിയയ്ക്ക് പ്രകാരം, മനസ്സിൻ്റെ ഒരു ഐഡിയയ്ക്ക് പ്രകാരം ഇങ്ങനെയല്ല, ഇങ്ങനെ ചെയ്തു പറഞ്ഞാൽ കുറച്ചും കൂടി നന്നായിരിക്കുമല്ലോ എന്ന് പണ്ട് വാസ്തുപ്രകാരം തന്നെ അവർ അത് ചെയ്തിരിക്കും. അപ്പോൾ കുറച്ചുകൂടി ചിലവ് കൂടും എന്നുള്ള പറയുന്നത്. പിന്നെ ഇപ്പോൾ ഒരു 2000 സ്ക്വയർ ഫീറ്റിനുള്ള ഒരു വീട് കെട്ടാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ അത് 2250, 300, 500 ആകാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. കോസ്റ്റ്ലി വർക്കുകൾ കൂടുതലായിട്ട് പോകും എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ വാഹന സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ 2 വീലർ തൊട്ട് വലിയ വാഹനങ്ങൾ ഭരിക്കുള്ള വാഹനങ്ങൾ റിപ്പയർ ചെയ്യുന്നവരും മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ളവരും അഡ്വൈസർമാരായാലും സർവീസർ അഡ്വൈസർമാരായാലും എഞ്ചിനീയർമാരായാലും ഹൈടെക് മെക്കാനിക്കൽ എഞ്ചിനീയർമാരായാലും അവർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ അലസത ഉണ്ടാക്കുന്ന ചില വിഷമങ്ങൾ ഉണ്ടാക്കുന്ന ചില പുതിയ കണ്ടുപിടുത്തത്തിനായി തയ്യാറായി നിൽക്കുന്ന ചില ആളുകൾക്കെല്ലാം കുറച്ചൊരു പരീക്ഷണാർത്ഥം ഒരു മന്ദത വരും. അല്ലാതെ വിജയിക്കില്ല എന്നല്ല, മന്ദത വരും. മന്ദത പറഞ്ഞാൽ കുറച്ച് സമയമെടുക്കും എന്നുള്ള പറയണം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ദൈവാനുഗ്രഹ കുറവ് ഉണ്ടാവും, ധനാഭിവൃദ്ധി ഉണ്ടാവും, തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാവും, ഐശ്വര്യം ഉണ്ടാവും, ദൈവാനുഗ്രഹം ഉണ്ടാവും, ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം നടക്കും, വിവാഹ മംഗളകാര്യങ്ങൾ നടക്കും എന്നിവയെല്ലാം ഉണ്ട് താനും. സന്താനങ്ങൾക്ക് ഐശ്വര്യം അഭിവൃദ്ധിയും തൊഴിൽ സംബന്ധമായിട്ടുള്ള മേഖലകളിൽ പുരോഗമനങ്ങളും ശാസ്ത്ര സംബന്ധമായിട്ടുള്ള മേഖലയിൽ പുരോഗമനങ്ങളും അലോപ്പതി ആയുർവേദം അതുപോലെ തന്നെ ഹോമിയോപ്പതി മേഖലകളിൽ ഉണർവുണ്ടാവുകയും അവരവർ ചെയ്യുന്ന തൊഴിലുകൾക്ക് ആക്കം കൂട്ടുകയും അങ്ങനെയുള്ളതെല്ലാ പ്രശ്നങ്ങളും കുഴപ്പമൊന്നുമില്ല. ഇവിടെ കണ്ടകശനി പറയുമ്പോൾ 4-ാം മഠ സംബന്ധമായിട്ടാണ്. ചിലപ്പോൾ അമ്മയ്ക്കൊക്കെ ചിലപ്പോൾ അസുഖം വന്ന്, അതായത് മാതാവിന് അസുഖം വന്ന് ചിലപ്പോൾ ആശ്രമവാസമൊക്കെ ചിലവാക്കി കുറച്ച് പൈസ ചിലവാകേണ്ട ചിലവുണ്ടാവേണ്ട ആവശ്യമുണ്ടാവും. അതുപോലെ മാതാവിൻ്റെ വേർപിരിവ് ചിലപ്പോൾ ഉണ്ടാവാനുള്ള സാധ്യത അങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ചില ഇതൊക്കെ ഉണ്ടാവും. അതുപോലെ ബന്ധുക്കളുമായി ചില അലസതകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞു വരുന്നത്. എന്നിരുന്നാലും ക്ഷേമ പദ്ധതികളും ധനാഭിവൃദ്ധികളും ബിസിനസ് സംബന്ധമായിട്ടുള്ള നീക്കങ്ങളും എല്ലാം പുരോഗമനം തന്നെയാണ് കാണുന്നത്. അതിന് യാതൊരു കുഴപ്പമില്ല. വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും വിദേശ സംബന്ധമായിട്ട് ജോലി എടുക്കുന്നവർക്കും ഒരു കുഴപ്പമില്ല എന്നുള്ളത് കാണുന്നത്. അവർക്കെല്ലാം വളരെ ക്ലിയറായിട്ടാണ് കാണുന്നത്. വിദേശ ജോലിക്ക് സാധ്യതയുണ്ട്, ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ജോലിക്ക് സാധ്യതയുണ്ട്, ഗവൺമെൻറ് പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കെല്ലാം പ്രമോഷനുകൾ വേണമെങ്കിൽ അതിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതിനൊന്നും യാതൊരുവിധ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ പറഞ്ഞാൽ ധനുരാശി പുറത്തു വരും പറയണം 4-ാം ഭാവം മാത്രം പ്രശ്നമുള്ളൂ. 4-ാം ഭാവം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ശരീര സംബന്ധമായിട്ടുള്ളതും അതുപോലെ ഞാൻ പറഞ്ഞ ഈ വാഹന സംബന്ധമായിട്ടുള്ളതും ഭവന സംബന്ധമായിട്ടുള്ള ഈ പ്രവർത്തനങ്ങളും ബന്ധു സമൂഹങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ചില ക്ഷേമ പദ്ധതികൾക്കെല്ലാം കുറവുണ്ടാവും എന്നാണ് പറഞ്ഞു വരുന്നത്. അത് കാരണം കൊണ്ട് തന്നെ അവർ പേടിക്കേണ്ട ആവശ്യമില്ല. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഗുണാധിക്യം കിട്ടും. അതുപോലെ ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രമോഷൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമാണെങ്കിൽ കിട്ടും. സ്ഥാനഭ്രംശം ആഗ്രഹിക്കുകയാണെങ്കിൽ അതും കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ നാവികസേന, വ്യോമസേന, കരസേന ജവാന്മാർ, പോലീസ് മേധാവികൾ, അതിൽ പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ എന്നിവയ്ക്കെല്ലാം ക്ഷേമമാണ് കാണുന്നത്. ക്ഷേമം വെച്ച് പറഞ്ഞാൽ നല്ല ഒരു ഉചിതപരമായിട്ടുള്ള സമയമായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ പൈലറ്റ് സംബന്ധമായിട്ടുള്ളവർക്കും വിമാന സംബന്ധമായിട്ടുള്ള എയർപോർട്ട് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം വളരെ ഗുണാനുഭവങ്ങൾ വന്ന് ഭവിക്കുകയും
പുതിയ മേഖലകളിൽ സന്ദർശിച്ചാൽ വിജയം സന്ദർശിപ്പിക്കാനുള്ള സാധ്യതകളും അതുപോലെ തന്നെ മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്കും എയറോനോട്ടിക്കൽ സംബന്ധമായിട്ടുള്ള സ്റ്റുഡൻസുകൾക്കും മെഡിക്കൽ സ്റ്റുഡൻസുകൾക്കും എല്ലാം ഊർജിതമായിട്ടുള്ള ഒരു എനർജി കിട്ടുവാനുള്ള സാധ്യത കൂടുതലായിട്ട് ഉണ്ട്. അതുപോലെ നീറ്റ് പരീക്ഷയിലെല്ലാം വിജയിക്കുവാനുള്ള സാധ്യതകൾ തീരുന്നുണ്ട്. എൻട്രൻസ് പരീക്ഷകളിലെല്ലാം വിജയ സാധ്യത കരസ്ഥമാക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നടക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. സ്വർണ്ണാഭരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഊർജിതമായിട്ടുള്ള ശ്രേയസ് വരുവാനും ഐശ്വര്യം വരുവാനും അഭിവൃദ്ധി വരുവാനും ബിസിനസ് പുരോഗമനത്തിൽ പോകുവാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ ഇലക്ട്രിക് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നത് അത് എടുത്തെടുത്ത് പറയേണ്ട ആവശ്യമില്ല. മൊബൈൽ ഷോപ്പ് തൊട്ട് മറ്റേ എല്ലാ ഇലക്ട്രിക്സ് സംബന്ധമായിട്ടുള്ളതും ഇലക്ട്രോണിക് സംബന്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്ന് വിപണിയിലുണ്ട്. അവർക്കെല്ലാം ബിസിനസ് പരമായിട്ടുള്ള മേഖലയിൽ കൂടുതൽ മേന്മകൾ വരുവാനുള്ള സാധ്യത കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. ക്ഷേമ പദ്ധതികൾക്കെല്ലാം കിട്ടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഭൂമി സംബന്ധമായിട്ട് പ്രവർത്തിക്കുന്നവർക്കും റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ട് പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഗുണാനുഭവങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യത തീർച്ചയായിട്ടും തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്ന അപ്പാർട്ട്മെൻ്റ് ആയാലും അതുപോലെ തന്നെ വില്ലകളാണെങ്കിലും അതുപോലെ തന്നെ പല ഏക്കർ കണക്കിന് സ്ഥലം വാങ്ങിച്ച് അതിൽ ഭൂമി കെട്ടി പീസായി വിറ്റ് വരുന്ന റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും എല്ലാവിധ ഗുണങ്ങളും ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അത് കാരണം ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം വളരെ ഗുണാനുഭവങ്ങൾ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ യാതൊരുവിധ മാറ്റങ്ങൾ വരുവാനുള്ള സാധ്യതയൊന്നും കാണുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് നാലാം വർഷ സംബന്ധമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. അതിന് തരണം ചെയ്ത് വന്നു കഴിഞ്ഞ് പറഞ്ഞാൽ വലിയൊരു കുഴപ്പമൊന്നുമില്ല എന്നാണ് ധനുരാശി പറയുന്നത്. അത് കാരണം കൊണ്ട് തന്നെ എല്ലാവിധ ഐശ്വര്യ അഭിവൃദ്ധിയും വന്ന് ചേരുവാനുള്ള സാധ്യത ഈ ധനുരാശിയെ പുറത്തുവരിക്കും ഉണ്ട് എന്ന് തന്നെ പറയാം. അത് കാരണം കൊണ്ട് ധനുരാശിക്കാർക്ക് ഈ ശനിമാറ്റത്തിൽ വലിയൊരു കാര്യമായിട്ടുള്ളൊരു ബാധിക്കുന്നില്ല എന്ന് തന്നെ പറയാം. നമസ്കാരം.